ഹലോ വെൽക്കം ബാക്ക് ടു ആർ സ്റ്റോറീസ്. അപ്പം നമ്മുടെ ഇന്നത്തെ കുഞ്ഞൊരു വലിയ ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്നൊക്കെ പറയാൻ വേണമെങ്കിൽ അങ്ങനത്തെ ഒരു സാധനമാണ് കേട്ടോ. അപ്പം ഞാൻ രാവിലെ എണീറ്റ് വന്നപ്പോഴത്തേക്ക് അവൻ്റെ ഇവിടെ ഏകദേശം എല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം അവൻ കളിക്കാൻ പോകും രാവിലെ ബാഡ്മിൻ്റൺ കളിക്കാൻ പോയിട്ട് വന്നിട്ട് അവൻ ജസ്റ്റ് ഒന്ന് ക്ലീനൊക്കെ ചെയ്തിട്ട് പിള്ളേരെ പിടിച്ചിരുത്തി വൃത്തിയാക്കുവാണ് കേട്ടോ. അപ്പോൾ അവർ വീക്ക്ലി വൺസ് നമ്മളൊന്ന് ബ്രഷ് ചെയ്യിച്ച് കുളിപ്പിച്ച് നമ്മുടെ ഈ പായിടാത്ത ഹെയർ റിമൂവ് ചെയ്ത് കൊടുക്കും. അങ്ങനെ അവൻ പായിടാത്ത ഹെയർ റിമൂവ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ എണീറ്റ് വന്നത്. എനിക്ക് ശനി ഞായറൊക്കെ നല്ല ഉറങ്ങണം. ബാക്കി ദിവസങ്ങളിൽ ക്ലാസ്സിൽ പോകുന്നതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ഞാൻ 11:30-12 മണി വരെയൊക്കെ ചിലപ്പോൾ കിടന്നുറങ്ങും. അത് കഴിഞ്ഞിട്ട് ഞാൻ ഉറങ്ങി എഴുന്നേറ്റ് വന്നപ്പോഴത്തേക്ക് ഇതാണ് കണ്ടോണ്ട് വന്നത്. അപ്പോൾ ആ സമയത്ത് അവൻ പറഞ്ഞു, എനിക്ക് പെട്ടെന്ന് പുറത്ത് പോകണം എന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു പോയിട്ട് വാ. അവൻ പോയ ടൈം നോക്കി ഞാൻ പോയി ബ്രേക്ക്ഫാസ്റ്റും ഉണ്ടാക്കി വെച്ചു. അവൻ ആ സമയത്ത് പോയിട്ട് വന്നു. പോയിട്ട് വന്നില്ല. അവൻ വരാനുള്ള ആ ഒരു ബ്രേക്കിൻ്റെ ഇടയിൽ ഞാൻ വിചാരിച്ചു എന്നാൽ ഒന്ന് കുളിക്കാം എന്ന് വിചാരിച്ചിട്ട് ഞാനൊന്ന് പോയി കുളിച്ച് കയറിയതിന് ശേഷം ഞാൻ എൻ്റെ സ്കിൻ കെയർ ചെയ്യുവാണ്. ഞാൻ വിറ്റമിൻ സിയുടെ സെറവും വിറ്റമിൻ സിയുടെ മോയ്സ്ചറൈസറാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് രണ്ടും അതായത് സെറവും മോയ്സ്ചറൈസറും വിറ്റാമിൻ സിയുടെ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് എഫക്റ്റ് കൂടുതൽ കിട്ടും എന്ന് കേട്ടിട്ടുണ്ടെന്നല്ല, എഫക്റ്റ് കൂടുതൽ കിട്ടുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതെനിക്ക് തന്നെ ഈ മോയ്സ്ചറൈസറിൽ എഴുതിയിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ കറക്റ്റ് വിറ്റാമിൻ സിയുടെ സെറവും ഇതിൻ്റെ കൂടെ യൂസ് ചെയ്ത് തുടങ്ങിയത്. അപ്പോൾ ഭയങ്കര നല്ല ഡിഫറൻസ് ഉണ്ട് കേട്ടോ ഇത് രണ്ടും കൂടെ ഒന്നിച്ച് യൂസ് ചെയ്യുമ്പോഴത്തേക്ക്. അങ്ങനെ ഞാൻ അതിൽ നോക്കിയെല്ലാം വായിക്കുകയാണ് കേട്ടോ. അതിനകത്ത് പാരബിൻ ഫ്രീ എന്നൊക്കെയാണ് പറയുന്നത്. ഞാൻ ഏകദേശം കുറച്ച് മാസമായിട്ട് 3 to 4 months ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് ഈ മോയ്സ്ചറൈസർ. എനിക്കതിൻ്റെ സ്മെല്ലും ഭയങ്കര ഇഷ്ടമാണ്. അതിൻ്റെ പാക്കേജിങ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് കഴിഞ്ഞിട്ട് എനിക്ക് മറ്റേ പ്രിറ്റി മെസ്സിൻ്റെ ലിപ്സ്റ്റിക്ക് ഒന്ന് ഞാൻ അൺബോക്സ് ചെയ്യുന്ന വീഡിയോ ഇതിനകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ ഇട്ട് നോക്കിയിട്ടില്ലായിരുന്നു, ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആ സമയം നോക്കി അവൻ വന്നായിരുന്നു. അങ്ങനെ ഞാൻ ഡോർ തുറന്നു കൊടുക്കാൻ പോയി. അങ്ങനെ തിരിച്ച് വന്നിട്ട് ഞാനവനും കൂടെ കാര്യം പറയണ്ട, പോയത് എന്തായി എങ്ങനെയായി എന്നൊക്കെ ചോദിക്കാം. ഞാൻ അവൻ എവിടെ പോയിട്ട് വന്നാലും എവിടെ പോയതാ എന്തായി എങ്ങനെ അങ്ങനെ ഇങ്ങനെ ചൊറിഞ്ഞ് ചോദിച്ചുകൊണ്ടേയിരിക്കും. അവനിങ്ങനെ പറയും. നമ്മളും അങ്ങനെ എല്ലാം പറയും കേട്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ രഹസ്യങ്ങളൊന്നുമില്ല. പിന്നെ എന്തെങ്കിലും മേടിക്കുന്ന കാര്യമൊക്കെ അവൻ സർപ്രൈസായിട്ട് കൊണ്ടുവരുമ്പോഴത്തേക്ക് ആ ഒരു കാര്യങ്ങൾ മാത്രമേ എൻ്റെ അടുത്ത് പറയാതുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മൾ കഴിക്കായിരുന്നു. പുട്ടും മുട്ടക്കറിയായിരുന്നു. അപ്പോഴത്തേക്ക് അവൻ കഴിക്കണമായിട്ട് ഞാൻ കളിയാക്കുമായിരുന്നു. അവൻ്റെ ഇങ്ങനെ വായുടെ സൈഡിൽ പറ്റിയിരുന്നത് കണ്ടപ്പോഴത്തേക്ക് ഞാൻ കളിയാക്കുമായിരുന്നു. പിന്നെ എൻ്റെ പ്രിറ്റി മിസ്സിൻ്റെ ലിപ്സ്റ്റിക്ക് എനിക്ക് 2 ഷെയ്ഡ് വാഷ് ഔട്ട് ആവുന്നുണ്ടായിരുന്നു. നല്ല രീതിയിൽ വാഷ് ഔട്ട് ആവുന്നുണ്ടായിരുന്നു. ഈ പിങ്ക് ഷെയ്ഡ് മാത്രം എനിക്ക് വാഷ് ഔട്ട് ആവുന്നില്ലായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ എനിക്ക് മധുരം അത് നിർബന്ധമാണ്. അതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് സ്വീറ്റ്സ് എന്തെങ്കിലും ഉണ്ടാക്കി വയ്ക്കും. ഇപ്പം ഞാൻ ബ്രൗണി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഫുഡ് കഴിച്ച ഉടനെ വന്ന് ബ്രൗണി ഒരു പീസ് എടുത്ത് കഴിച്ചു. പിന്നെ ഒരു കട്ടനും കുടിച്ചു. അപ്പോൾ സമാധാനിഫിക്കേഷനായി. ഇല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ഒരു മധുരം കഴിച്ചില്ലെങ്കിൽ അത് കണക്ക് ഞാൻ ഒട്ടും മധുരം കഴിക്കാത്ത ഒരാളായിരുന്നു. എനിക്ക് മധുരം കഴിക്കുമ്പോഴത്തേക്ക് ഒരു വൊമിറ്റിംഗ് ടെൻഡൻസി ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇവൻ്റെ കൂടെ കൂടിയതിന് ശേഷം ഞാൻ ഭയങ്കരമായിട്ട് മധുരം കഴിക്കും. മധുരം കഴിച്ചതിന് ശേഷം ഞാൻ നല്ല വണ്ണം വയ്ക്കും കേട്ടോ. മധുരം കഴിക്കാതിരുന്നപ്പോഴത്തേക്ക് ഞാൻ അങ്ങനെ വണ്ണം വയ്ക്കുന്ന ആളല്ലായിരുന്നു. മധുരം കഴിച്ചു തുടങ്ങിയതിന് ശേഷം ഞാൻ നന്നായിട്ട് വണ്ണം വയ്ക്കും. അത് കഴിഞ്ഞിട്ട് എനിക്ക് വയ്യാത്തതുകൊണ്ട് ഞാൻ കുറച്ച് നേരം കിടന്ന് ഉറങ്ങിയിട്ട് എണീറ്റ് വന്നപ്പോഴത്തേക്ക് അവൻ ചിക്കൻ മേടിച്ചുകൊണ്ട് വെച്ചേക്കുന്നു. എന്നെ വിളിച്ചില്ല കേട്ടോ പാവം. എന്നിട്ട് അവൻ വർക്കിന് പോയി. അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ വന്ന് ഞാൻ വെച്ച് കുറച്ച് കറിയും വെച്ച് കുറച്ച് ഫ്രൈ ചെയ്യാം, പിന്നെ പരിപ്പും ചോറും സാലഡും ആക്കാമെന്ന് വിചാരിച്ചു. ഞാൻ വന്നു തന്നെ ഫ്രൈ ചെയ്യുകയാണ് കേട്ടോ. ഫ്രൈക്ക് സാധാ മസാല, അതായത് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി പേസ്റ്റ്, ഗരം മസാല, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, പിന്നെ കുറച്ച് തൈര്, ഉപ്പ്, പിന്നെ മൈദ വേണമെങ്കിൽ ചേർക്കാം. നല്ല തട്ടുകടയിൽ നല്ല ക്രിസ്പി ചിക്കൻ ഫ്രൈ ഇട്ടും കുറച്ച് മൈദയും കൂടി ചേർക്കുകയാണെങ്കിൽ. അത് കഴിഞ്ഞിട്ട് അത് ഒന്ന് സെറ്റ് ചെയ്ത് സൈഡിലോട്ട് വെച്ചതിന് ശേഷം ഞാൻ കറി വയ്ക്കാമെന്ന് വിചാരിച്ചു. ഞാൻ സാധാരണ ഇതുണ്ടെങ്കിൽ ഒന്നീ ചിക്കൻ മേടിക്കണമെങ്കിൽ മന്തി വയ്ക്കും, ഇല്ലെങ്കിൽ പക്ക ബിരിയാണിയാണ് ഇപ്പോൾ കൂടുതലും വീട്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു കറിയായിട്ട് കുറേ നാളായി വച്ചിട്ട് ഇന്ന് വയ്ക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ചിലപ്പോൾ രാത്രി മേടിച്ചുകൊണ്ട് വരുമ്പോൾ സമയമില്ലെങ്കിൽ ഞാൻ പെട്ടെന്ന് കുക്കറിയിട്ട് അടിച്ചെടുക്കുന്നത് വയ്ക്കും. അതവന് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ചിക്കൻ വയ്ക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് വയ്ക്കാറ്. ഇന്ന് സമയമുള്ളതുകൊണ്ട് ഞാൻ വിചാരിച്ചത് നല്ല വഴറ്റിയെടുത്ത് വയ്ക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ഒതൻറ്റിക്കായിട്ട് നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കുവാണ്. അപ്പോൾ ജസ്റ്റ് നമ്മുടെ വലിയ ജീരകം ഇല്ലേ, അത് എണ്ണയിലിട്ട് പൊട്ടിച്ചിട്ട് നമ്മുടെ സവാള ഇട്ട് വഴറ്റി നന്നായി ചെറുതായിട്ടൊന്ന് വഴണ്ട് വരുമ്പോഴത്തേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് ഇട്ടതിന് ശേഷം നന്നായിട്ട്
അതിൻ്റെ പച്ചമണം മാറുന്ന പോലെ വഴറ്റിയെടുത്ത് അടച്ചു വെച്ച് ഒന്ന് വഴണ്ട് വരുമ്പോഴത്തേക്ക് തക്കാളി ഇടാം. തക്കാളി നന്നായിട്ട് വഴണ്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ മുളക് മഞ്ഞൾപ്പൊടി ഇട്ട് വെച്ചേക്കുന്ന ചിക്കൻ, അതായത് അതിൽ മാറിനേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ചിക്കൻ നമുക്ക് അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അടച്ചു വയ്ക്കാം. ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് എന്തൊക്കെ മസാല വേണം, അതായത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, ഉപ്പ്, ഇതെല്ലാം, കുരുമുളക് പൊടി ആവശ്യത്തിന് ആഡ് ചെയ്ത് അടച്ചു വെച്ച് അങ്ങോട്ട് വേവിക്കുക. അത് കഴിഞ്ഞിട്ട് വെന്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ ചിക്കൻ കറി റെഡിയാണ്. മല്ലിയില വേണമെങ്കിൽ ഇടാം. അത് കഴിഞ്ഞിട്ട് ഇതായിരുന്നു കേട്ടോ നമ്മുടെ ലഞ്ച്. ചോറ്, പരിപ്പ്, സാലഡ്, ചിക്കൻ കറി, ചിക്കൻ ഫ്രൈ, പിന്നെ പപ്പടം ഉണ്ടായിരുന്നു. അതിന് പപ്പടം വേണ്ടെന്ന് പറഞ്ഞു. പിന്നെ അച്ചാർ. ഇതിത്രയായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവൻ വൈകിട്ട് വർക്കിന് പോയിട്ട് തിരിച്ച് വന്നപ്പോഴത്തേക്ക് ഓടി ചെന്നു. അങ്ങനെ ഓറേനെ എടുത്തുകൊണ്ട് അവൻ വരുവാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ വൈകിട്ടൊന്ന് പുറത്തോട്ട് പോയി. അത്രയും